ഇന്ന് നമുക്ക് ഈ ഒരു ബേബി ബോയ് കുർത്ത അപ്സൈക്കിൾ ചെയ്തിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കൊരു കുഞ്ഞു മോളുണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ അതിനെ ഒരുക്കിക്കൊണ്ട് നടക്കണം എന്നിങ്ങനെ പ്ലാൻ ചെയ്യുമല്ലേ. അപ്പോൾ അതേപോലെ എൻ്റെ ഫ്രണ്ട് അവളുടെ കയ്യിലിരുന്ന കുറച്ച് ഷോളും കട്ട് പീസസും ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മെറ്റേണിറ്റിയിൽ യൂസ് ചെയ്തിരുന്ന മസ്ലിൻ ടവൽസ് അത് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്സൈക്ലിംഗ് സീരീസ് പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പാർട്ട് 2 കുഞ്ഞു കുഞ്ഞി എന്താ പറയുക ബിറ്റ്സ് ആൻഡ് കട്ട്സ് ഒക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോൻ്റെ കുർത്ത യൂസ് ചെയ്തിട്ട്, മോനിപ്പോൾ ഓൾറെഡി അത് പാകമല്ല, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് മോൾക്ക് നമ്മൾ അപ്സൈക്കിൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 1 ഷോൾഡർ ആയിട്ടുള്ള ടോപ്പാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിംസി, എൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ് സിംസി. സിംസി എനിക്ക് തന്നിട്ടുള്ള ഓരോ ചെറിയ ചെറിയ തുണി വെച്ചിട്ടും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവൾക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ട് കേട്ടോ. ഒരു നോട്ട് എങ്ങനെ വരണം, ഒരു ഡോരി എങ്ങനെ വരണം, എവിടെ ഫ്ലവർ വരണം. ചില സമയത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് വോയിസ് നോട്ടൊക്കെ അയച്ചു വെച്ചിട്ടുണ്ടാവുക രാത്രി 11 മണിക്കും 12 മണിക്കൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം എപ്പോഴാണോ സ്വസ്ഥമായിട്ട് സമയം കിട്ടുന്നത് ആ സമയത്ത് ഈ ഡ്രസ്സിലേക്ക് വേണ്ടി റിസർച്ച് ചെയ്ത് ഇൻപുട്ട് എടുത്ത് ഇൻസ്റ്റയിൽ നിന്ന് റെഫറൻസ് എടുത്ത് അവളുടെ ഐഡിയാസ് ക്ലബ് ചെയ്ത് അങ്ങനെയൊക്കെ മെസ്സേജൊക്കെ അയച്ച് ഇട്ടിട്ടുണ്ടാവുക. അത്ര ലേറ്റായിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, എത്ര കരുതലോടെയാണ് ഓരോ അമ്മമാരും അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ചൂസ് ചെയ്യണത്. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ അടക്കം ചിന്തിച്ച് എങ്ങനെ വന്നാൽ എൻ്റെ കുട്ടിക്ക് ഇത് ഭംഗി ഉണ്ടാവുമെന്നൊക്കെ ഓർത്തത് പ്ലാൻ ചെയ്ത് പരമാവധി നമ്മുടെ കുട്ടികളുടെ മെമ്മറീസിനെ ചേർത്ത് വെക്കാനും റീയൂസ് ചെയ്യാനും അങ്ങനെ തോട്ട്ഫുള്ളായിട്ടൊക്കെ ചിന്തിച്ച് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറ.